ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൊക്കാറ ഓർക്കിഡ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മൊക്കാറ ഓർക്കിഡുകളുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ട് ഡെൻഡ്രോബിയം ഓർക്കിഡ് പോലെ തന്നെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് നമ്മുടെ മൊക്കാറകൾ എന്ന് പറയാം. അപ്പോൾ നല്ല നിറവൈവിധ്യങ്ങളാണ് മൊക്കാറയുടെ നല്ലൊരു സവിശേഷത പറയുന്നത്. നമുക്ക് ഓർക്കിഡിലൊക്കെ ഡെൻഡ്രോബിയത്തിലൊക്കെ റെഡ് കളർ വളരെ റയർ ആണെങ്കിലും മൊക്കാറയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ റെഡ് കളറും അതേപോലെ തന്നെ പല നിറത്തിലും വലുപ്പത്തിലും ഒക്കെയുള്ള ഫ്ലവേഴ്സ് നമ്മുടെ മൊക്കാറ ഓർക്കിഡുകളിൽ അവൈലബിൾ ആണ്. സാധാരണ ഓർക്കിഡുകൾക്ക് വെയിലൊരു വില്ലനാണെങ്കിലും നമ്മുടെ മൊക്കാറേനെയൊക്കെ സംബന്ധിച്ച് മൊക്കാറ, ടെറൈറ്റ് വാൻഡ പോലുള്ള ഓർക്കിഡുകളെ സംബന്ധിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടിയാൽ മാത്രം, അതായത് ഒരു 75-80% സൺലൈറ്റ് കിട്ടിയാൽ മാത്രം ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ മൊക്കാറ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയ്ഡിൽ വയ്ക്കാൻ സൗകര്യമില്ല, എന്നാൽ ഓർക്കിഡിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഓർക്കിഡ് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ് മൊക്കാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെയിലിഷ്ടമുള്ള ഓർക്കിഡാണെന്ന് പറയുമ്പോൾ ഇനി വരുന്ന കുറച്ച് മാസങ്ങൾ, പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് പോലുള്ള മാസങ്ങളിൽ കടുത്ത ചൂടായിരിക്കും. അന്നേരം നമ്മുടെ മൊക്കാറ ഓർക്കിഡുകൾ ഓൾറെഡി ഈ ഒരു വെയിലിങ്ങനെ കൊണ്ടു നിൽക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോവും. നമ്മൾ പുതിയതായിട്ട് നഴ്സറിയിൽ നിന്നോ എവിടെന്നെങ്കിലും വാങ്ങുന്ന പ്ലാന്റുകൾ ഡയറക്റ്റ് വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ ലീഫുകൾ പൊള്ളി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ചെറിയ ഷെയ്ഡിൻ്റെ അടിയിലൊക്കെ ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മൾ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത സമയങ്ങളിൽ, ഇപ്പോൾ കടുത്ത ചൂടല്ലാത്ത സമയങ്ങളിൽ അപ്പോൾ ഉണ്ടാകുന്ന വെയിലൊക്കെ നമ്മുടെ മൊക്കാറകൾ സഹിക്കാൻ കഴിവുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കണ്ടുപോകുന്ന ഒരുവിധം മൊക്കാറകളെല്ലാം ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ബാങ്കുട്ടിയാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നോർമലി നമുക്ക് മൊക്കാറ ഓർക്കിഡുകൾ ടോപ്പ് കട്ടിങ്, സൈഡ് കട്ടിങ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് വരിക. അപ്പോൾ ടോപ്പ് കട്ടിങ് എന്ന് പറയുമ്പോൾ മൊക്കാറ നമുക്കിങ്ങനെ മോളിൽ നിന്ന്, അതായത് ഒരു പ്ലാന്റ് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു പ്ലാന്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ് നമ്മുടെ ടോപ്പ് കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അടിയിലുള്ള പോർഷനിൽ നിന്ന് പുതിയ തൈകൾ പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവും. അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിലെ ഭാഗത്ത് നിന്ന് 2-3 തൈകൾ ഒരുമിച്ച് ഉണ്ടായി വരും. അങ്ങനെ വരുന്ന തൈകൾ വളർത്തിയെടുക്കുന്നതാണ് ഈ സൈഡ് കട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സൈഡ് കട്ടിങ്ങിനേക്കാളും പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ടോപ്പ് കട്ടിങ് ആണ് എന്ന് കരുതിയിട്ട് സൈഡ് കട്ടിങ്ങിൽ ഫ്ലവർ വരില്ല എന്നല്ല, ആ ഒരു സൈസും കൂടുതൽ സൈഡ് കട്ടിങ്ങിനേക്കാളും ടോപ്പ് കട്ടിങ്ങിന് വലുപ്പം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഫ്ലവറിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. പ്രൈസിൻ്റെ കാര്യത്തിലും ഈ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ടോപ്പ് കട്ടിങ്ങിന് സൈഡ് കട്ടിങ്ങിനേക്കാളും പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 375 മുതലാണ്, അതായത് 375 രൂപ മുതലാണ് സൈഡ് കട്ടിങ്ങിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില വെറൈറ്റികൾക്ക് പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ടോപ്പ് കട്ടിങ് ആകുമ്പോൾ നമുക്ക് 525 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഈ ചോപ്രയ സൺസെറ്റ് മുതലാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മൊക്കാറ പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ അതിൽ ക്യാരറ്റ്, അതുപോലെ തന്നെ എവോമൈ ഓറഞ്ച്, ഫുൾ മൂൺ, അങ്ങനെ നമ്മുടെ മൊക്കാറ ഓർക്കിഡുകളുടെ നിര നീണ്ടു പോകുന്നു. അപ്പോൾ മൊക്കാറ ഓർക്കിഡുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. മൊക്കാറയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മൊക്കാറയുടെ മാത്രം കാറ്റലോഗ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ടോപ്പ് കട്ടിങ്ങോ സൈഡ് കട്ടിങ്ങോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കാറ്റലോഗ് അയച്ചു തരും. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നൊരു കാര്യം, ഓരോ വെറൈറ്റികളും അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ വെറൈറ്റി അനുസരിച്ചിട്ടാണ് പ്ലാന്റ് സൈസ് വരിക. ചില സമയങ്ങളിൽ തീരെ ചെറിയ കട്ടിങ്സ് നമുക്ക് സൈഡ് കട്ടിങ്ങിൽ വരാറുണ്ട്. എന്നാൽ അതേ പ്രൈസിൽ തന്നെ ചില വെറൈറ്റി കുറച്ചുകൂടെ വലിയ പ്ലാന്റുകളും വരാറുണ്ട്. അപ്പോൾ ഈ ബൂലോങ് എന്ന് പറഞ്ഞ വെറൈറ്റി വരെയാണ് ഇപ്പോൾ നമുക്ക് മൊക്കാറ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റുകളുടെ ഏകദേശം സൈസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റുകളും വിത്ത് ടാഗായിട്ടാണ് വരുന്നത്. പൂവ് മാറി വിരിയുക എന്നുള്ളൊരു സംഭവം 99% ഉണ്ടാവില്ല. എല്ലാ പ്ലാന്റുകളും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ചില പുതിയതായിട്ട് വന്ന സ്റ്റോക്കിലുള്ള റൂട്ട് വരാത്ത പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ മെൻഷൻ ചെയ്യും, റൂട്ട് കറക്റ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല. പുതിയ സ്റ്റോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് റൂട്ട് വന്ന് തുടങ്ങണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ കണ്ടത് നമ്മളെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടത്, നമ്മൾ പാക്കിങ്ങിന് മുൻപ് നമ്മുടെ കസ്റ്റമർക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അന്നേരം നമുക്ക് ആ പ്ലാന്റിൻ്റെ റൂട്ടും സൈസൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയും അത് സൈസിൽ ചെറുപ്പമാണ്. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പ്ലാന്റ്സ് വേണ്ടവരെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.